ഇത് സൃഷ്ടാവായ അല്ലാഹു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കഴിയുന്ന കാലമത്രയും ജീവിക്കാനുള്ള അവരുടെ ഫുഡ് ഫോർ തോട്ട്സ്, നമ്മുടെ ചിന്തകൾക്ക് ബുദ്ധികൾക്ക് നൽകുന്ന ഭക്ഷണമാണ്. ശരീരത്തിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം നമുക്ക് ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഭക്ഷണം എവിടെ നിന്നാണ്? അതിന്റെ ഏറ്റവും ആദ്യത്തെ, അതിന്റെ പ്രൈമറി സോഴ്സ് ഈസ് ദ ഹോളി ഖുർആൻ ആൻഡ് ദ ഹോളി സുന്നah. നബി തങ്ങളുടെ ഹദീസും അവിടുത്തെ സുന്നത്തും വിശുദ്ധ ഖുർആനും. അവിടെ നിന്നാണ് ബുദ്ധിക്കുള്ള, നമ്മുടെ ചിന്തകൾക്കുള്ള, ബുദ്ധിക്കുള്ള അറിവ്, അതിന്റെ ഭക്ഷണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ, ഇതിന്റെ മൂല്യം, ഇതിന്റെ വില എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ കുട്ടികൾക്ക് 2 വർഷമാണ് ഉമ്മമാർ മുലയൂട്ടേണ്ടത് എന്ന ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു കാലഘട്ടം ഖുർആൻ പറഞ്ഞതിന് ഈ അടുത്ത കാലം വരെ ചിലരൊക്കെ കളിയാക്കി, അത്രയൊന്നും ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരു കുഞ്ഞിന്റെ ശരീരം, അതിന്റെ വളർച്ചയും പ്രതിരോധവും പൂർത്തിയാവുന്നത് 2 വർഷത്തെ ഉമ്മമാരുടെ ഫീഡിങ് സാധ്യമാണെങ്കിൽ ആ ഒരു 2 വർഷം വളരെ ക്രൂഷ്യലാണ്. നിർബന്ധമായും അത് ചെയ്തിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ നമ്മൾ പറയും അത് ശരിയാണല്ലോ. വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The first 2 years of a child's life are a critical window during which the foundations of healthy growth and development are built. Infant and young child feeding is a core dimension of care in this period. ഇത് പറയുന്നത് ജനീവയിൽ കൂടിയ കോംപ്ലിമെന്ററി ഫീഡിംഗ് റിപ്പോർട്ട് ഓഫ് ദ ഗ്ലോബൽ കൺസൾട്ടേഷൻ ഡിസംബർ 2001 ജനീവയിൽ അവർ പാസ്സാക്കിയതാണ്. ആദ്യത്തെ 2 വർഷം, the first 2 years of a child's life, ഒരു കുട്ടിയുടെ ആദ്യത്തെ 2 വർഷം are a critical window during which the foundations for healthy growth and development are built. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയും ആരോഗ്യപരമായ അടിസ്ഥാനവും ഉണ്ടാകുന്നത് ആദ്യത്തെ 2 വർഷത്തിലാണ്. Infant and young child feeding is a core dimension of care in this period. അതുകൊണ്ട് കൊച്ചുമക്കൾക്ക് ഉമ്മമാർ നൽകുന്ന അമ്മിഞ്ഞപ്പാല് കൊണ്ട് കിട്ടുന്ന ഒരു പ്രതിരോധവും വളർച്ചയും മാതൃത്വവും ഈ ഒരു 2 വർഷക്കാലം ലഭിക്കുന്ന പക്ഷം കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്ന് ജനീവയിലെ കോൺഫറൻസിൽ പറയുമ്പോൾ അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഖുർആനിന്റെ ഈ പരാമർശം 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ ചിന്തകളുമായി നമ്മൾ പങ്കുവെക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാഥാർത്ഥ്യം ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഹദീസ് ദുബാബ, ഈച്ചയെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ്. അതായത് നിങ്ങളുടെ പാനീയത്തിൽ ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ അത് ജീവനുണ്ട്, അതിന്റെ ഒരു ചിറകിൽ അണുക്കളാണെങ്കിൽ അടുത്ത ചിറകിൽ അതിന് മറുമരുന്നുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹീഹായ ഹദീസാണ്. ചില യുക്തിവാദികളെങ്കിലും മലയാളക്കരയിലെങ്കിലും അതിനെയൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സയൻസ് പഠിക്കുമ്പോഴാണ് ഈ ഹദീസിന്റെ സാരാംശം പുണ്യനബി തങ്ങൾക്ക് ലഭ്യമായത് വഹീന്റെ വെളിച്ചത്തിലാണ് എന്ന് ബോധ്യപ്പെടുക. അത് ഇന്ന് സത്യമാണെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ടോക്കിയോ യൂണിവേഴ്സിറ്റി, ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ ജോൺ ആൽവറസ് ബ്രാവോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരനാണ് 1994 അദ്ദേഹത്തിന്റെ ഒരു പഠനം ഇക്കണോമിസ്റ്റ് പത്രികയിൽ അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തിയത് ഓയിന്റ്മെന്റ് ഇൻ ദ ഫ്ലൈ ആന്റിബയോട്ടിക്സ്. ഈച്ചയിൽ പ്രതിരോധമുണ്ട്, ഈച്ചയിൽ മറുമരുന്നുണ്ട്. ഇത് ഒരു ഹദീസ് പഠിച്ചിട്ടൊന്നുമല്ല അവർ ആ പഠനത്തിലേക്ക് ഇറങ്ങിയത്. ഓബോൺ യൂണിവേഴ്സിറ്റി ജനുവരി 23, 2005 അവരുടെ ഒരു പബ്ലിഷിംഗ് പ്രോട്ടീൻ ഇൻ ഫ്ലൈ സലൈവ സ്പീഡ്സ് ഹീലിംഗ് ഓഫ് ഇൻസിഷൻ വൂണ്ട്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുറിവുകൾക്ക് വളരെ പെട്ടെന്ന് ശമനം ലഭിക്കാൻ കഴിയുന്ന പ്രോട്ടീൻ ഈച്ചകളുടെ സലൈവകളിലുണ്ട്
എന്ന് കണ്ടെത്തിയ പഠനം ഇതോട് ചേർത്ത് വായിക്കണം. 2007 മാർച്ച് 11 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടന്നു. ഫ്രൂട്ട് ഫ്ലൈ ഇൻസൈറ്റ്സ് കുഡ് ലീഡ് ടു ന്യൂ വാക്സിൻസ്. മനുഷ്യനിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന വാക്സിനുകൾ നമുക്ക് ഫ്ലൈയിൽ നിന്ന്, ഈച്ചയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഓസ്ട്രേലിയക്കാരിയായ റിസർച്ചർ, അവർ ക്ലാർക്ക് എന്നാണ് അവരുടെ പേര്, അവര് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. ഒരു പണ്ഡിതയാണ് അവർ. We are looking where we believe no one has looked before. ഒരിക്കലും ഒരിടത്തും ഒരാളും നോക്കാനിടയില്ലാത്ത ഒരിടത്താണ് നമ്മൾ പുതിയ ഗവേഷണവുമായി രംഗത്തിറങ്ങിയത്. അതായത് ഈച്ചയിൽ ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? അവർ പറയാൻ no one, we are looking where we believe no one has looked before. ഈച്ചയിൽ മറുമരുന്നുണ്ട് എന്ന പഠനം നമ്മൾ നടത്തുമ്പോ ഈച്ചയെ കുറിച്ച് ഇങ്ങനെയൊന്നും പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടില്ല. ഡാനി കിങ്സ്ലി അദ്ദേഹത്തിന്റെ The New Buzz on Antibiotics, www.abc.net ഒക്ടോബർ 2002 ഈച്ചയുടെ ശരീരത്തിൽ കിടക്കുന്ന പ്രതിരോധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് 21ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക. ശാസ്ത്ര പഠനം ഖുർആനിക പഠനത്തോടൊപ്പം കൊണ്ടുപോകണം എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ വചനം സത്യമാണെന്ന് നമുക്കും, സംശയം ചോദിക്കുന്നവർക്ക് മറുപടിയായി പറയുമ്പോൾ അവർക്കും അത് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടക്കുമ്പോൾ ഈ ആകാശ ലോകങ്ങളിലെ ഗോളങ്ങളെ പടക്കുന്നതിന് മുമ്പ് ثم استوى إلى السماء وهي دخان. Then Allah focused onto the sky when it was smoke. പ്രപഞ്ചത്തിൽ പുകപടലമായിരുന്നു. അങ്ങനെയാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത്. فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. ആസ്ട്രോണമി പഠിക്കുമ്പോഴേ ചില ആളുകളെങ്കിലും പറയും കോസ്മിക് ഡസ്റ്റ് എന്ന് അവർ പറയും. അത് പൊടിയാണല്ലോ, സ്മോക്ക് എന്ന് പറഞ്ഞ പുകയാണല്ലോ, പുകയായിരുന്നില്ല, അപ്പൊ ഖുർആൻ പുകയെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് ചില ആളുകൾ ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നാസ പോലെയുള്ള ആധികാരിക സ്പേസ് പഠന കേന്ദ്രങ്ങളിൽ നിന്ന് അതൊരു പൊടിയല്ല, ഗുബാറല്ല, ഡസ്റ്റ് അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് എ സ്മോക്ക്, അത് ദുഹാന് തന്നെയായിരുന്നു എന്ന് അതിസൂക്ഷ്മമായ സ്പേസ് പഠനങ്ങളിൽ നിന്ന്, പൊടിപടലങ്ങളിൽ നിന്നുള്ള പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുകയാണ്. ഡഗ്ലാസ് ബൈറസ് എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ് അതിസൂക്ഷ്മമായ ഈ പടലങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പഠനം നടത്തിയത്. അൺലൈക്ക് ഹൗസ് ഹോൾഡ് ഡസ്റ്റ്, നമ്മുടെ വീട്ടിൽ കാണുന്ന, നമ്മുടെ ഭൂമിയിൽ കാണുന്ന പൊടി പോലെയല്ല. കോസ്മിക് ഡസ്റ്റ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ടൈനി സോളിഡ് ഗ്രെയിൻസ്, മോസ്റ്റ്ലി കാർബൺ ആൻഡ് സിലിക്കേറ്റ്സ്. അതിൽ നമ്മൾ കാണുന്ന പൊടി പോലെയല്ല ആകാശ ലോകത്ത് കാണുന്ന ഈ ഒരു പൊടിയിൽ വളരെ അതിസൂക്ഷ്മമായ കാർബണും സിലിക്കേറ്റും അടങ്ങിയ അതിന്റെ ഗ്രൈനുകളാണ്, പടലങ്ങളാണ് കാണുന്നത്. വിത്ത് സിമിലർ സൈസസ് ടു ദ പാർട്ടിക്കിൾസ് ഇൻ സിഗരറ്റ് സ്മോക്ക്. ഇത് ലോകത്തോട് അവർ വിളിച്ചു പറയാൻ. The dust particles that are mixed with the gas are tiny, only a fraction of micrometer in size, and could therefore better be described as smoke. ഇപ്പൊ അവർക്ക് ബോധ്യപ്പെടാൻ അത് പൊടി എന്ന് പറഞ്ഞിരുന്ന സാധനം ഇപ്പോ ഡസ്റ്റ് അല്ല, സത്യത്തിൽ അത് സ്മോക്കിന് സമാനമായതാണ്. കാരണം കാർബണും സിലിക്കേറ്റുമുള്ള പൊടിപടലങ്ങളിലായിരുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യം എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ ദുഹാൻ എന്ന പ്രയോഗം എത്ര ആക്യുറേറ്റ് ആണ് എന്ന് 21ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ അല്ലാഹു ബോധിപ്പിക്കുകയാണ്. Cosmic dust particles are very small. To understand their size and consistency, they may best be visually compared to cigar smoke. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ, ഇത് saturn.jpl.nasa.gov ആ വെബ്സൈറ്റിൽ ചെന്നാൽ കാണാൻ കഴിയും. ആധികാരികമായ സ്പേസ് പഠനത്തെ കുറിച്ച് പറയാൻ അവകാശമുള്ള നാസയെ പോലെയുള്ള സംവിധാനങ്ങളാണ് വിശുദ്ധ വചനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ സത്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇന്ന് കൊണ്ടുതരുന്നത്. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം നാമാണ് നടത്തിയത്.
ഇന്നാ നഹ്നു നസ്സൽന الذിക്ർ, അത് നിങ്ങൾക്ക് സാരോപദേശമാണ്. വഇന്നാ ലഹു ലഹാഫിളൂൻ, ആ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ആ ഹിഫ്ള് ഇതുപോലെയുള്ള ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങളിലൂടെ ഉണ്ട്. ഹിഫ്ള് ചെയ്യുന്ന മക്കളുടെ ഹൃദയങ്ങളിൽ ഖുർആൻ റിസർച്ചുകളിൽ, ശാസ്ത്രീയ പഠനങ്ങളിൽ, ഖുർആനിന്റെ ലിപികളിൽ, ഖുർആനിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ റിസോഴ്സുകളിൽ ഇതൊക്കെ ഖുർആന്റെ ഹിഫ്ളാണ്. അല്ലാഹു ഒരു വിഭാഗം ആളുകളെ അതിനുവേണ്ടി തയ്യാർ ചെയ്തിരിക്കുകയാണ് ഭൂമിയിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഹാഫിളീങ്ങളാവാൻ പറ്റിയില്ല, ഖുർആൻ പഠിതാക്കളാകാൻ പറ്റിയില്ല. എന്നാൽ അത്തരം പഠനം നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേരത്തൊരു അന്നമോ വെള്ളമോ വെളിച്ചമോ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു മഹാദൗത്യത്തിന്റെ ഭാഗമാകാൻ നമുക്കും സാധിക്കും എന്ന് ഈ റഹ്മാനിയ ഹിഫ്ദുൽ ഖുർആൻ അറബി കോളേജിന്റെ മുറ്റത്ത് നിന്ന് എന്റെ ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ വലിയ ആദരവ് ബഹുമാനം മനുഷ്യരോട് കാണിച്ചു എന്ന് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ആദരവ് പടച്ചതമ്പുരാൻ നമ്മളെയൊക്കെ ബഹുമാനത്തോടുകൂടെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ അങ്ങനെ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ഹ്യൂമൻ ബീയിങ് അല്ല. ഖുർആനിൽ മനുഷ്യ ശരീരത്തിന്റെ സംസ്കരണവും നമ്മുടെ സ്വഭാവ രൂപീകരണവും അത് സംബന്ധമായി അള്ളാഹു 11 സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒരു സൂറയുണ്ട്. 11 തവണയാണ്, 11 വിഷയങ്ങളാണ് അള്ളാഹു അവിടെ സത്യം ചെയ്തത്. ആ സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞ വിഷയം ഒന്നാണ്. ഒരു വിഷയം പറയാൻ 11 വിഷയങ്ങളെ അള്ളാഹു അണയിട്ട് പറഞ്ഞു. എന്തായിരുന്നു അത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها والشمس وضحاها. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ വെളിച്ചത്തെ തന്നെയാണ് സത്യം, സൂര്യപ്രഭയെ തന്നെയാണ് സത്യം. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. എന്താ സൂര്യന്റെ പ്രഭ എന്ന് പറയുന്നത്? ദുഹാ സമയത്തെ തന്നെയാണെന്നോ ദുഹാ നിസ്കാരമാണെന്നോ എന്നൊക്കെ അവിടെ അഭിപ്രായങ്ങളുണ്ട് മുഫസ്സിരീങ്ങൾക്ക്. പക്ഷേ സൂര്യപ്രകാശം ഇന്ന് ലോകത്ത് കണ്ടെത്തപ്പെട്ട ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തോളം വേഗതയുള്ളത് ഇതുവരെ ലോകത്ത് കണ്ടെത്തപ്പെട്ടിട്ടില്ല. നമുക്കൊക്കെ അറിയായിരിക്കും, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് സൂര്യപ്രകാശത്തിന്റെ വേഗത. ഒരു സെക്കൻഡ് നോക്കുമ്പോൾ തന്നെ 2 സെക്കൻഡ് ആവും. ആ ഒരു സമയം കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ. അത്ഭുതമുള്ളൊരു സൃഷ്ടിപ്പാണ്. സൂര്യപ്രകാശം സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ആ പ്രകാശം എത്താൻ 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കും. അപ്പൊ എത്രയായിരിക്കും സൂര്യനിലേക്കുള്ള ദൂരം എന്ന് മനസ്സിലാക്കാൻ കഴിയും. 8 മിനിറ്റും 14 സെക്കൻഡും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കിയാൽ മനസ്സിലാവും എത്ര ദൂരെയാണ് ഭൂമിയും സൂര്യനും കിടക്കുന്നത്. അതൊരു പ്രകാശ സെക്കൻഡാണ്. പ്രകാശ ദിവസം, പ്രകാശ മാസം എന്നൊക്കെ പറയാം. പക്ഷേ ഉപയോഗിക്കുന്ന പ്രകാശ വർഷമാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ ഇത് ഓടിയാൽ 10 സെക്കൻഡിൽ എത്രയാവും? 30 ലക്ഷം കിലോമീറ്റർ. 20 സെക്കൻഡ് ആകുമ്പോ 60 ലക്ഷം കിലോമീറ്റർ. 90 ആകുമ്പോ 80 ലക്ഷം കിലോമീറ്റർ, അല്ലെങ്കിൽ 90 ലക്ഷം കിലോമീറ്റർ. ഇങ്ങനെ പോയാൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ഓടും? 24 മണിക്കൂർ കൊണ്ട് എത്ര ദൂരെ എത്തും? ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ
24 മണിക്കൂറുകൾ ഒരു ദിവസം, പിന്നെ ആഴ്ച, അതിന് മാസമായി, വർഷമായി, ഒരു കൊല്ലം മുഴുവൻ ഈ സ്പീഡിൽ ഓടിയാൽ എത്ര ദൂരം എത്തുമോ അതാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. ഇനി 24 ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെയുള്ള താരസമൂഹങ്ങൾ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. 24 ബില്യൺ. ഒരു മില്യൺ 10 ലക്ഷമാണ്, 1000 10 ലക്ഷമാകുമ്പോഴാണ് അതിന് ഒരു ബില്യൺ എന്ന് പറയുന്നത്. അങ്ങനെ 24 ബില്യൺ പ്രകാശവർഷം, അത്രയും സമയം ഈ പ്രകാശം ഓടിയാൽ എത്തുന്ന ദൂരമാണത്. അപ്പൊ 24 ബില്യൺ ഓടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് പിന്നെ ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലാഹു പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഈ നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. ഈ ഒന്നാം ആകാശം എവിടെയാണെന്ന് ആർക്കും, ഒരു സയന്റിസ്റ്റിനും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അടുത്തൊരു 100 കൊല്ലം കഴിഞ്ഞാൽ പറ്റിയിരിക്കും, ഇതുവരെ പറ്റിയിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത് ഈ ഒരാകാശമല്ല, 2 അല്ല, 3 അല്ല, 4 5 6 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്. ഇൻദഹാ ജന്നത്തുൽ മഅവാ. അപ്പൊ എത്ര ദൂരമായിരിക്കും നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക? അതിനെ സൂചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറയാൻ കാരണം. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശം തന്നെയാണ് സത്യം. ഒരു സാധനത്തിനും സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയൂല. അങ്ങനെ സഞ്ചരിച്ചാൽ ആ വസ്തു ഊർജമായിട്ട് മാറും എന്നാണ് സയൻസ് പറയാ. ആ സാധനം ഉണ്ടാവില്ല, അത്രയും സ്പീഡ് പോകാൻ കഴിയില്ല. നമ്മളൊക്കെ മണിക്കൂറിൽ ഇത്ര സ്പീഡ് എന്ന രീതിയിലാണ് പറയാം അല്ലെ. മണിക്കൂറിൽ ഫ്ലൈറ്റ് ഒക്കെ മണിക്കൂറിൽ 800 കിലോമീറ്റർ, 900 കിലോമീറ്റർ, 1000, 1100 കിലോ, വലിയ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ 1200 ഒക്കെ പോകും. മണിക്കൂറിൽ 1200 കിലോമീറ്റർ. ഇത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതിനെയാണ് അല്ലാഹു വശംസി വദുഹാഹാ. വൽഖമരി ഇദാ തലാഹാ, സൂര്യന്റെ ഭ്രമണത്തോട് കിടപിടിക്കുന്ന വിധം ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രഗോളത്തെ തന്നെയാണ് സത്യം. സൂര്യൻ, സൂര്യപ്രകാശം, പിന്നെ ചന്ദ്രൻ. വന്നഹാരി ഇദാ ജല്ലാഹാ, പ്രഭ പരത്തി വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാവിനെ ഇരുട്ട് മൂടിക്കഴിയുന്ന അന്ധകാരത്തെ തന്നെയാണ് സത്യം. വസ്സമാഇ വമാ ബനാഹാ, ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം, അത് സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ ത്വഹാഹാ, ആ ഭൂമിയെ ഉരുണ്ടതായിരുന്നിട്ടുകൂടി അതിനെ പരന്ന പോലെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹാ, ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹാ, ആ ശരീരത്തിന് കൃത്യമായ പ്രപോർഷൻ നൽകി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നന്മയും തിന്മയും എന്താണെന്ന് ഓരോ മനുഷ്യനും ബോധ്യപ്പെടുത്തി കൊടുത്ത അല്ലാഹുവിനെ തന്നെയാണ് സത്യം. 11 സത്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹു പറയുന്ന കാര്യം ഒന്നാണ്. എന്താണ് ആ ഒന്ന്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആരാണോ ഈ ശരീരത്തെ സംസ്കരിക്കുന്നത്, ആരാണോ ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പകരം അല്ലാഹുവിന്റെ ആഗ്രഹവും പുണ്യ റസൂലിന്റെ ആഗ്രഹവും ആ ശരീരം കൊണ്ട് നിർവഹിക്കുന്നവരാരോ അവര് വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, ശരീരം ആഗ്രഹിക്കുന്നത് ചാൻസ് കിട്ടിയാൽ അത് ചെയ്യുക. എന്താണ് ആഗ്രഹം അത് നിർവഹിക്കുക. മദ്യപാനമാകട്ടെ, വ്യഭിചാരമോ, എന്തെല്ലാം മയക്കുമരുന്നുകള്, ഏതെല്ലാം ദുശ്ശീലങ്ങള്, എന്തൊക്കെയാണോ ശരീരം തന്നോട് മെല്ലെ മെല്ലെ
ആഗ്രഹങ്ങളായി ജനിച്ച് വലിയ വലിയ അഭിലാഷങ്ങളായി മാറി തിന്മകളുടെ മഹാകോട്ടകളിലേക്ക് കൊണ്ട് മനുഷ്യനെ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങളുടെ ദുന്യാവും നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പരലോകവും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ വിശുദ്ധമായ ഖുർആൻ ഈ അല്ലാഹുവിന്റെ സംവിധാനങ്ങളുടെ മുഴുവനും ലക്ഷ്യം മനുഷ്യനെ സംസ്കരിക്കലാണ്, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കിയെടുക്കലാണ്. അള്ളാഹുവിന്റെ അരികത്തേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ് നമ്മളൊക്കെ. എപ്പോഴാണാവോ മരണത്തിന്റെ ദൂതർ മലക്കുൽ മൗത്ത് നമ്മ മാടി വിളിക്കുന്നതും പോരുന്നോ എന്ന് ചോദിക്കുന്നതും. പ്രവാചകന്മാരോട് മാത്രമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, ഇവിടെ നിൽക്കണോ പോരുന്നുണ്ടോ? അവര് പറയും ഞങ്ങൾ പോരുകയാണ്. നമ്മളോട് അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല, പിടിച്ചു കൊണ്ടുപോകലാണ്. ആ ഒരു യാത്രക്ക് കാത്തിരിക്കുന്ന യാത്രക്കാർ, ബോർഡിംഗ് പാസ് എടുത്ത് കാത്തിരിക്കുന്ന യാത്രക്കാരാണ് നമ്മളൊക്കെ. ടൈം ആയാൽ നമ്മൾ പോവുകയാണ്, പിന്നെ തിരിച്ചു പോരാൻ കഴിയില്ല. നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ മൻ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹ് ഫൽയൻദുർ മാ ലില്ലാഹി ഇൻദഹു. അള്ളാഹുവിന്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ എന്റെ അവസ്ഥ എന്താണ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. എനിക്കവിടെ എന്താണ് കിട്ടാൻ പോകുന്നത്? എന്താണാവോ എന്റെ ഖബർ? അവിടെ വെളിച്ചമുണ്ടാകുമോ? എന്റെ ഖബർ വിശാലമാകുമോ? എന്റെ ഖബറിൽ സ്വർഗത്തിന്റെ സുഗന്ധത്തിന്റെ പരിമളങ്ങൾ വരുമോ? എന്റെ ഖബറിലേക്ക് അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചു തരുമോ എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹുവിന് കൊടുക്കാൻ എന്താ നിങ്ങൾ ഒരുക്കി വെച്ചത്? 5 നേരത്തെ നിസ്കാരത്തിനപ്പുറം എന്താണ് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്? അള്ളാഹുവിന് എന്താണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്? അതിനനുസരിച്ചാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പരലോകത്തും ഈ ദുനിയാവിലും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമ്മെ ശുദ്ധീകരിക്കേണ്ട, സംസ്കരിച്ചെടുക്കേണ്ട, നമ്മുടെ സ്വഭാവങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മാറ്റിയെടുക്കേണ്ട ഒരു ദൗത്യത്തിലാണ്. ആ ഒരു ദൗത്യം വിജയിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മുടെ നിസ്കാര തഴമ്പോ, നമ്മുടെ നോമ്പിന്റെ എണ്ണമോ, നമ്മൾ ചൊല്ലുന്ന ഖുർആനിന്റെ പേജുകളുടെ എണ്ണമോ, ഇതൊക്കെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷേ അതിലേറെ പ്രാധാന്യമാണ് നമ്മുടെ സ്വഭാവങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. മഹാനായ താബിഉകളിൽപ്പെട്ട മഹാൻ മുഹമ്മദ് ഇബ്നുൽ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, തെറ്റുകൾക്കെങ്ങാനും ഒരു ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്കൊരു ദുർഗന്ധമുണ്ടാകുമായിരുന്നുവെങ്കിൽ, എന്റെ ദുർഗന്ധം കാരണം ഒരാളും എന്റെ കൂടെ ഇരിക്കില്ലായിരുന്നുവെന്ന് പറഞ്ഞത് ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന ഒരു മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസിഅ. അദ്ദേഹം യുദ്ധത്തിലുണ്ടെങ്കിൽ ആ യുദ്ധം വിജയമാണെന്ന് മഹാനായ ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി തങ്ങൾ പറയും. അന്ന് അഫ്ഗാനിലേക്ക്, കാബൂളിലേക്ക്, ചൈനയുടെ ബോർഡറുകളിലേക്ക് പടയോട്ടം നടക്കുമ്പോ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ടെന്റിന്റെ അരികത്ത് ആ സൈന്യത്തിന്റെ സൈന്യാധിപന്മാർ വന്നു നിൽക്കും. മുഹമ്മദ് ഇബ്നു വാസിഅ അന്ന് ഉറങ്ങുകയാണോ? അദ്ദേഹം പ്രാർത്ഥിക്കുകയാണോ? അദ്ദേഹം അവിടെ ദുആ ഇരക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ അവര് പറയും, തീർച്ചയായും ഈ യുദ്ധം നമുക്ക് വിജയമാണ് എന്ന് പറയും. അങ്ങനത്തെ മഹാനാണ് പറയുന്നത്, ഞാൻ ചെയ്തു പോയ തിന്മകൾക്കൊരു ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ ആ ദുർഗന്ധം കാരണം ആരുമേ എന്റെ അരികത്ത് വന്ന് ഇരിക്കില്ലായിരുന്നു. അത്രമേൽ എനിക്ക് ദുർഗന്ധമുണ്ട് എന്ന് ഉണ്ടാകുമായിരുന്നുവെന്ന് മഹാനവറുകൾ സ്വന്തത്തെ കുറിച്ച്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ റൂഹിനെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോ അവര് പറയുമത്രേ, ഇതെന്തോ ഒരു സുഗന്ധമുള്ള ആത്മാവാണ്. ആരുടെ ആത്മാവാണിത്? ആരുടെ റൂഹാണിത്? ഏത് ശരീരത്തിലായിരുന്നു ഈ ആത്മാവുണ്ടായിരുന്നത്? നേരെ മറിച്ച് ദുർഗന്ധമുള്ള ആത്മാക്കളുണ്ട്.
അവർ വിളിച്ചു പറയും മലക്കുകൾ, മാ അൻതന ഹാദിഹി, എന്തൊരു ദുർഗന്ധമാണിത്, ഇത് ആരുടേതാണ്, ആരുടെ ശരീരത്തിൽ നിന്നാണാവോ ഈ റൂഹിനെ പറിച്ചെടുത്തത്, ആരുടേതാണിത്, ദുർഗന്ധമാണല്ലോ, നാറ്റമാണല്ലോ എന്ന് മലക്കുകളുടെ ലോകത്ത് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يأته مؤمنا قد عمل الصالحات ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. നല്ലവരായി ജീവിച്ചതുകൊണ്ട് എന്തു കിട്ടാനാണ്? അങ്ങനെ ചോദിക്കൂലേ? സത്യസന്ധരായി ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഹലാലും ഹറാമും നോക്കി നടന്നിട്ട് എന്ത് കിട്ടാനാണ്? അങ്ങനെ ചിന്തിക്കുമ്പോ അതിനൊരു മറുപടിയാണ് ഈ ആയത്ത്. എന്താ കിട്ടാൻ പോകുന്നത്? പെണ്ണുങ്ങള് അള്ളാഹു പറഞ്ഞ പോലെ ഹിജാബിലും മറയിലും നടന്നു. വേറെ കുറെ പെണ്ണുങ്ങൾ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവരുണ്ട്. വളരെ മോശപ്പെട്ട വസ്ത്രവിധാനങ്ങൾ, എന്നിട്ട് അത് സെൽഫി എടുക്കുകയും ചെയ്യും, അതന്നെ അവർ സ്റ്റാറ്റസും വെക്കും, അതന്നെ അവരവരുടെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന മുസ്ലിമത്തുകളാണ് എന്ന് പറയുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ അച്ചടക്കത്തിൽ ജീവിക്കുന്ന എനിക്കിപ്പോ എന്ത് കിട്ടാനാ? ചോദ്യം സ്വാഭാവികമാണ് അല്ലേ? മഴ കഴിഞ്ഞോ? മഴ നമ്മുടെ ചുറ്റുവട്ടത്തേക്കും അള്ളാഹുവെ കൊണ്ടുപോകണേ, ഞങ്ങൾക്കിപ്പോ വേണ്ട എന്ന് പറയുന്നൊരു ദുആണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങളൊക്കെ റെഡിയാണെ നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ, എല്ലാവരും ചൊല്ലിക്കൂടെ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി والضراب والجبال ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والضراب والجبال وبطون الأودية. അള്ളാഹുവേ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ആ മഴയെ കൊണ്ടുപോകണമേ, ഞങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുതേ. ഇതാണ് നബി തങ്ങൾ ദുആ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മഴ വേണ്ട എന്ന് പറയാൻ പാടില്ല, അതൊരു അദബുകേടാണ്. അള്ളാഹുവിനോട് അങ്ങനെ പറയരുത്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തും കൊടുത്തേക്കണമേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. അല്ലാഹു ഒരു മഴയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അല്ലാഹു പരിഹരിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ശംസുൽ ഉലമയുടെ വീട്ടിലൊക്കെ ദിക്റോ യാസീനോ ഫാത്തിഹയൊക്കെ ഓതി എന്ന് ഇവിടെ നിഷാദ് ബക്കവീർ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു സജ്ജനങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, അവരുടെയൊക്കെ സാന്നിധ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല അല്ലാഹു നമ്മുടെ ചെറിയൊരു പ്രയാസങ്ങളൊക്കെ അല്ലാഹു സലാമത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. മഴ പോയി എന്ന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കസേരയിലേക്ക് വന്നിരിക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞ അതിന്റെ ഒരു മറുപടിയാണിത്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ സമീപിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് മുഅ്മിനീങ്ങളായിട്ടാണെങ്കിൽ, ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ, അവർക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉന്നത സ്ഥാനങ്ങളിലേക്കാണ് അവർ പോകുന്നത്. എന്താണത്? ജന്നാതു അദ്നി, ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വളരെ മനോഹരമായ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഖാലിദീന ഫീഹാ, ഒരിക്കലും മരണമില്ലാത്ത ഒരു ലോകം. ക്യാൻസർ വരുന്നു പേടിക്കണ്ട, ട്യൂമർ വരുമോ പേടി വേണ്ട, ആരോഗ്യം നഷ്ടപ്പെടുമോ പേടിക്കണ്ട, വയസ്സാകുമോ അതും പേടിക്കണ്ട. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് വദാലിക ജസാഉ മൻ തസക്കാ, ആരൊക്കെയാണോ ആത്മസംശുദ്ധി വരുത്തുന്നത് അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു,
اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. അല്ലാഹുവേ, എന്റെ ശരീരത്തെ, ആ ശരീരത്തിന് ആവശ്യമായ തഖ്വ, നിന്നെക്കുറിച്ചുള്ള ബോധം അല്ലാഹുവേ നീ നൽകണമേ. വസക്കിഹാ, എന്നെ സംസ്കരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ റബ്ബേ അതിനെ ഏറ്റവും മനോഹരമായി സംസ്കരിക്കാൻ കഴിയുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ, എന്റെ ഉടമസ്ഥൻ, എന്റെ രക്ഷിതാവ്, എന്റെ സംരക്ഷകൻ അല്ലാഹുവേ നീയാണല്ലോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളത് ദുആ ഇറക്കണമെന്നാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട രോഗങ്ങളും മോശപ്പെട്ട ചിന്തകളും മോശപ്പെട്ട കർമ്മങ്ങളും മോശ സ്വഭാവങ്ങളും എന്നിലില്ലാതെ എന്റെ സ്വഭാവത്തെ സംസ്കരിച്ചു തരണമേ. അതിനർത്ഥം അതാണ്, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാ. അല്ലാഹു നമുക്കൊക്കെ ആ പറഞ്ഞതിൽ നിന്നും അതല്ലാതെ നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയങ്ങളിൽ നിന്നും റബ്ബ് തആല കാവൽ നൽകട്ടെ. ആമീൻ. ഹൃദയം ശുദ്ധിയാകുമ്പോ ആരോടും, ഒരു മനുഷ്യനോട്, ഒരാളിനോടും ഒരു വെറുപ്പും ഹൃദയത്തിലില്ലാത്ത സംശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ലഭിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ വാക്കുകളിൽ കാണാൻ കഴിയും, അല്ലാഹുവേ, നാളെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിയാൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പോലെയുള്ള മനസ്സമാധാനമാണ് സ്വർഗത്തിലുള്ളത് എന്ന് വന്നാൽ തന്നെ, സ്വർഗത്തിൽ അത് കിട്ടിയാൽ തന്നെ ധാരാളമാണല്ലോ. ഇന്നഹു ലതമുറു ബിൽ ഖൽബി ഔഖാതുൻ യർഖുസു ലഹുൽ ഖൽബു തുറബാ. ഹൃദയം ആനന്ദം കൊണ്ട് നൃത്തമാടുന്ന ചില നേരങ്ങൾ നമ്മുടെ ഖൽബിലൂടെ കടന്നു പോകുന്നുവല്ലോ. അള്ളാഹുവിനെ പറ്റി പേടിക്കുകയും പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഹൃദയത്തിനുള്ളിൽ അള്ളാഹു നൽകുന്ന ഒരു ആനന്ദമുണ്ട്. മൂന്ന് കാര്യങ്ങൾ അതാരൊക്കെയാണോ നിർവഹിക്കുന്നത്, ഈമാനിന്റെ മധുരം അവർക്കറിയാൻ കഴിയും. ഈമാനിന്റെ മധുരം, മൻ അബദല്ലാഹ അസ്സ വജല്ല വഹ്ദഹു ബിഅന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു ജല്ല ജലാലു മാത്രമാണ് എന്ന ബോധത്തോടുകൂടെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. വമൻ അഅതാ സകാത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, ഒരു സ്വതക്കയോ ദാനമോ സകാത്തോ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ തന്റെ സമ്പത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഒരാൾക്കും. മൂന്നാമത്, വമൻ സക്കാ നഫ്സഹു, ആരാണോ സ്വന്തം ശരീരത്തെ സംസ്കരിക്കുന്നത് അവർക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ, വമാ തസ്കിയത്തുൻ നഫ്സി, എന്താണ് നബിയെ ശരീരം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബി തങ്ങൾ കൊടുത്ത മറുപടി, അയ്യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ, അൻയഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. നിങ്ങൾ എവിടെയാണെങ്കിലും, ഒറ്റക്കായിരുന്നാലും ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലായിരുന്നാലും, അന്നല്ലാഹ മഅഹു ഹൈസു കാൻ, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരു നേരം, ബോധിക്കുന്ന ഒരു വിവരം, അല്ലാഹു കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ, അത് എപ്പോഴാണോ നിങ്ങൾക്കുണ്ടാകുന്നത്, അതിനാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അത് കിട്ടുന്നവർ രക്ഷപ്പെട്ടു എന്നാണ് 11 സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത്. നമുക്ക് അതിന് വല്ല പ്രയാസമുണ്ടോ? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ബോധം. നിങ്ങൾ വീട്ടിലാണെങ്കിലും, ജോലിക്ക് പോയാലും, റോഡിലാണെങ്കിലും, ഭൂമിയിലാണെങ്കിലും, കടലിൽ പോയാലും, ആകാശത്ത് യാത്ര ചെയ്താലും, ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, പഠിക്കുകയാണെങ്കിലും, പഠിപ്പിക്കുകയാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും, നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു ബോധമുള്ള ആൾക്കും ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുന്നതാണ്. إذا ما قال لي ربي أما استحييت تعصيني وتخفي الذنب من خلقي
وبالعصيان تأتيني فما قولي له لما يعاتبني ويقصيني إذا ما قال لي ربي അല്ലാഹു എന്നോട് ചോദിക്കുകയാണ് എന്ന് സങ്കൽപ്പിക്കുക. അമസ്തഹയൈത തഅസ്വീനി, എനിക്ക് തെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ലവലേശം അനുസരിക്കാതെ ജീവിച്ചിട്ട് ഇപ്പോഴും നിനക്കൊരു നാണം വന്നിട്ടില്ലേ എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും? وتخفي الذنب من خلقي وبالعصيان تأتيني, എന്റെ സൃഷ്ടികളാരും അറിയരുത് എന്ന് വിചാരിച്ച് നീ മറച്ചു വെക്കുകയും എന്നാൽ തിന്മ കൊണ്ട് മാത്രം നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുവല്ലോ. فما قولي له لما يعاتبني ويقصيني, അങ്ങനെ ഒരു ചോദ്യം അല്ലാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് മറുപടി പറയാൻ പോകുന്നത്? അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ, അല്ലാഹുവിനോട് സംസ്കരണം ചോദിച്ചു വാങ്ങണം. റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരങ്ങളെ സംസ്കരിച്ച് ആത്മാവിനെ ശുദ്ധിയാക്കി സുഗന്ധത്തോടെ ആകാശ ലോകങ്ങളിലേക്ക് കയറി പോകുന്ന നാളെ ജന്നാതി അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്കാ, ആ സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബ് തആലയെ കണ്ടുമുട്ടണമല്ലോ, അല്ലാഹുവിനെ കാണണമല്ലോ എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിനെ കാണണം എന്ന ആഗ്രഹം ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാകണം. മറ്റൊന്ന് പുണ്യ നബിയെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബാ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ഒരു വിഭാഗം ആളുകൾ ഖൗമുൻ യഅ്തൂന മിൻ ബഅദി യുഹിബ്ബു അഹദുഹും ലൗ യറാനി ബിമാലിഹി വവലദിഹി. പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത, ഇനി എന്റെ കാലശേഷം വരാൻ പോകുന്ന, എന്റെ വഫാത്തിന് ശേഷം ലോകത്ത് വരാൻ പോകുന്ന അന്നവർക്ക് എന്നെ ജീവനോടെ കാണാൻ അവസരമുണ്ടാകില്ല. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും കൊതിച്ചു പോകും. ലൗ യറാനി ബിമാലിഹി വഅഹ്ലിഹി വവലദി, സമ്പത്തും മക്കളും കുടുംബവും എല്ലാം ഞാൻ തരാം റബ്ബേ, അതിനു പകരം എന്റെ റസൂലിനെ ഒരു നോക്ക് കാണാൻ നീ എനിക്ക് അവസരം നൽകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് എന്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം, ഏറ്റവും പരമമായ ലക്ഷ്യം അല്ലാഹുവിനെ കാണലാണ്. രണ്ട്, പുണ്യനബിയെ കാണലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നാളെ പരലോകത്ത് ചില ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ശിക്ഷകൾ വിവരിച്ചെടുത്ത് അല്ലാഹു പറഞ്ഞത് അവരൊരിക്കലും അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവരാകുകയില്ല, അവർക്ക് അല്ലാഹുവിനെ കാണാൻ അവസരം ഉണ്ടാവുകയില്ല. അല്ലാഹുവിനെ കാണാതിരിക്കുന്നത് ഒരു ശിക്ഷയാണത്രേ. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗം പടച്ചത്, ജിന്നുകൾക്ക് വേണ്ടി. നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ ഞാനും നിങ്ങളും കോടാനുകോടി വരാൻ പോകുന്ന മനുഷ്യർ അന്ന് ആദം അലൈഹിസ്സലാമിന്റെ സുൽബിലുണ്ട്. ആ അവസ്ഥയിലാണ് മലക്കുകളെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വല്ലിപ്പയായ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ ഇരിപ്പുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. എന്നിട്ട് അല്ലാഹു നമ്മെ പുകഴ്ത്തുകയാണ്. നമ്മൾ ഒരു നേരം അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ ഒരു പകലന്തിയോളം നോമ്പെടുത്താൽ ആ നോമ്പെടുക്കുന്ന സമയം നമ്മൾ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. ആ നേരത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം
വല്ലാഹി ലഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. സുഗന്ധമാണ് കസ്തൂരിയേക്കാളും മസ്കിനേക്കാളും സുഗന്ധമുണ്ട് അല്ലാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയുടെ വായക്ക് എന്ന് അല്ലാഹു പറയുമ്പോൾ ഒരു നേരമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാത്തവരാണ് മാലാഖമാർ. എന്നാൽ മലക്കുകളുടെ പട്ടിണിയെ കുറിച്ച് അല്ലാഹു എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവര് വെള്ളം കുടിക്കുന്നില്ല. എന്നാൽ അതിന് അല്ലാഹു ഒരു മഹ്മദത്തായി സ്തുതിക്കപ്പെടുന്ന ഒരു കാര്യമായി പറഞ്ഞില്ല. മനുഷ്യർ നോമ്പെടുത്താൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ വായക്ക് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞവനാണ് അല്ലാഹു. മലക്കുകൾക്ക് ഉറക്കമില്ല, അവർ ഉറങ്ങുന്നവരല്ല, അവർ വിശ്രമിക്കുന്നവരല്ല. എന്നാൽ മനുഷ്യൻ ഒരു നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ ഉറക്കമിളക്കുന്നതിനെ അല്ലാഹു പുകഴ്ത്തി പറയുന്നു. മലക്കുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്, അല്ലാഹു പുകഴ്ത്തിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് എത്ര തണുപ്പുള്ള പകലാണെങ്കിലും വുളു എടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആരാരും അറിയാതെ ആ എഴുന്നേൽക്കുന്ന ആളും അല്ലാഹുവല്ലാതെ മറ്റാരും അറിയാതെ വളരെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാര നേരത്ത് ബെഡിൽ നിന്ന് എണീക്കുന്ന ആ ഉണർച്ചയാണ് അല്ലാഹു പുകഴ്ത്തുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് എൻ്റെ സത്യവിശ്വാസികൾ. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ ആ നേരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യൻ ഒഴിവാക്കുന്ന കുറച്ചു നേരം ഉറങ്ങാതിരിക്കുന്നതിനെ അല്ലാഹു പുകഴ്ത്തിയല്ലോ. മാലാഖമാർ അവരല്ലാഹു പടച്ചതു മുതൽ അവരെ മരിപ്പിക്കുന്നത് വരെ ഉറങ്ങുന്നവരല്ല. എന്നിട്ട് പോലും അല്ലാഹു അവരുടെ ഉറക്കമിളക്കലിനെ റബ്ബ് പുകഴ്ത്തി പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഇതിനെ പറഞ്ഞു. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന നടത്തിയിട്ടില്ലേ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന മുഅ്മിനീങ്ങൾക്കും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന വിശ്വാസിനികൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും മുഅ്മിനാണെങ്കിൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ഇറാഖിന്റെയും തുർക്കിയുടെയും പരിസര ഭാഗങ്ങളിൽ മെസപ്പൊട്ടേമിയയിൽ ദഅവത്തിന് വന്ന സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു നാം അറിയാതെ നമുക്ക് നൽകിയില്ലയോ? റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ വിശ്വാസിനികൾക്കും എന്തിനേറെ നമ്മുടെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. നബി തങ്ങളോടാണ് അല്ലാഹു പറയുന്നത്, നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് നബിയെ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ആ ഇൽമുണ്ടാവണം. മുഅ്മിനീങ്ങളെ നിങ്ങൾക്കും അറിവുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് മാത്രമല്ല, ഫഅലം ഹൃദയത്തിനുള്ളിൽ ബോധിക്കണം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഈ പ്രപഞ്ചത്തെ പടക്കുകയും എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടാതിരിക്കുകയും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയും നമ്മുടെ റൂഹിനെ ശരീരത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ റുബൂബിയത്ത് ചെയ്യുകയും ചെയ്യുന്ന, ഇതിനെ തർബിയത്ത് ചെയ്യുന്ന അല്ലാഹുവാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾക്ക് ബോധിക്കണമേ. ഫഅലം, അതൊരു അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയണമേ നബിയെ. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ. അങ്ങേക്കും വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സന്തുഷ്ടരായി നിൽക്കുന്ന ഒരു നേരത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, നബിയേ എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി എന്ന നമ്മുടെ ഉമ്മയുടെ ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. സിദ്ദീഖ് എന്നവരുടെ മോള് മഹദിയായ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ.
ഇന്നലി ഇലൈക ഹാജ സലീനി യാ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ എന്താണ് വേണ്ടത്. അതൊരു ശാന്തമായ ഒരു രാത്രിയിൽ പുണ്യനബിതങ്ങൾ സന്തുഷ്ടരായി നിൽക്കുന്നു. നബിതങ്ങളുടെ മുഖത്ത് സന്തോഷമുണ്ട്. ആ നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ തന്നെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ വിളിക്കുന്നത്. വീണ്ടും ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവേ എന്നവിടെ വിളിക്കാം. ആയിഷ ബീവി വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നലി ഇലൈക ഹാജ, ഒരു കാര്യം അങ്ങയോട് ഞാൻ പറയട്ടെയോ നബിയെ. തങ്ങൾ വീണ്ടും പറഞ്ഞു, പറയൂ ആയിഷ. 3 തവണ ബീവി ചോദിച്ചതിന് ശേഷമാണ് നബി തങ്ങളോട് കാര്യം പറയുന്നത്. യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, ഞാനൊരു ചെറുപ്പക്കാരിയാണല്ലോ, അങ്ങയോട് കുസൃതിയിൽ പെരുമാറുന്നവരാണ്. പുന്നാര നബിയെ, അങ്ങ് സന്തുഷ്ടരായി നിൽക്കുന്ന നേരമല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ചോദിക്കാൻ പറ്റിയ നേരമാണ്. അതുകൊണ്ട് ചോദിക്കട്ടെയോ? അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, ഈ ആയിഷക്ക് അള്ളാഹു പുറത്തു തരാൻ ദുആ ചെയ്യണേ. അതാണ് ചോദിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയാണത്. ഒരു വസ്ത്രം വേണമെന്നോ, ഒരാഭരണം വേണമെന്നോ, ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോവല്ലേ എന്നോ അതൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ബീവി ചോദിച്ചൊരു ചോദ്യം, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, അല്ലാഹുവിനോട് നബിയെ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണമേ, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ, എന്റെ പാപങ്ങൾ പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ നബി തങ്ങൾ ദുആ ഇറക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ എൻ്റെ ഭാര്യയായ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ. അന്നേരം സന്തോഷവതിയായി മുഖപ്രസന്നയായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചപ്പോ പുണ്യനബി ചോദിച്ചു, അസുരിർത്തിയ ആയിഷ, അങ്ങേക്ക് സന്തോഷമായില്ലയോ ആയിഷ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? തീർച്ചയായും നബിയെ, എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ തിരുദൂതരല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ നബിയെ. അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. അപ്പോഴാ നബി തങ്ങളുടെ മറുപടി, ആയിഷ നിങ്ങൾക്കറിയുമോ ആയിഷ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അല്ലാഹുവേ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നബിയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടത്രേ എല്ലാ രാത്രിയിലും. അത്രമേൽ അല്ലാഹു നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വിഷയം നമ്മുടെ ഒരു മനക്കരുത്തുകൊണ്ട് നമ്മളെ തന്നെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്താനും നമ്മുടെ ശരീരേച്ഛകളെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാനും, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാനും, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് തസ്കിയത്ത് നടക്കുന്നത്, നമ്മുടെ സ്വഭാവം നന്നാകുന്നത്. ഹജ്ജ് നടക്കുന്നു, വിശുദ്ധമായ ഹജ്ജ്. പുണ്യനിബിധങ്ങൾ സംബന്ധിച്ച ഒരേ ഒരു ഹജ്ജാണ് ഉണ്ടായത്. ആ ഹജ്ജിൽ ഹബീബിന്റെ കൂടെ 1,23,000-ലേറെ സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ ഹജ്ജിൽ സംബന്ധിച്ചു എന്നാണ് ചരിത്രം. ഹജ്ജിൽ നടക്കുമ്പോൾ ഓർക്കേണമേ, സ്വഹാബിമാർ പലരും അറിഞ്ഞില്ല ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരിക്കുമെന്ന്. പുണ്യനബി അവരുടെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് നബി തങ്ങളുടെ പിറകിലിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബ്ബാസ് എന്നവരുടെ മകൻ ഫദ്ൽ എന്നവർ. അബ്ബാസ് എന്നവരുടെ പ്രസിദ്ധരായ 3 മക്കളാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ്, മറ്റൊന്ന് ഖുസം ഇബ്നു അബ്ബാസ്. ഖുസം തങ്ങൾ കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഇമാം ബുഖാരി തങ്ങളുടെ അന്ത്യവിശ്രമസ്ഥാനം കിടക്കുന്ന ബുഖാറയിൽ നിന്ന്, ബുഖാറയുടെയും താഷ്കന്റിനെയും ഇടയിൽ സമർക്കന്ദിലാണ് താഷ്കന്റ്, ബുഖാറക്കിടയിലുള്ള താഷ്കന്റിലാണ് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ ത്വായിഫിലുണ്ട്. നമ്മുടെ ചരിത്ര പുരുഷൻ, അവരുടെയൊക്കെ സഹോദരൻ, ഇളയ സഹോദരൻ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ ഒട്ടകപ്പുറത്താണ് നിൽക്കുന്നത്. നബി തങ്ങളോട് പലരും വന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട്. നബിയേ, ഞാൻ കല്ലെറിഞ്ഞില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? നബിയേ,
ഞാൻ എന്റെ ഹദീ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? നബിയെ, ഞാൻ തവാഫ് ചെയ്തില്ല, ഇനി എപ്പോഴാ ചെയ്യേണ്ടത്? ഹജ്ജിന്റെ മസലകൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒട്ടകപ്പുറത്തുണ്ട്. തങ്ങളാണവര്. അബ്ബാസ് എന്നവരുടെ മോനാണ്. അബ്ബാസ് എന്നവര് സ്വഹാബിയ, നബി തങ്ങളുടെ എളാപ്പയാണ്. ആ എളാപ്പയുടെ മോനാണ് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ നബി തങ്ങളോട് ഒരു സംശയം ചോദിക്കാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, തങ്ങൾ ഒട്ടകപ്പുറത്താണ്, ആ പെൺകുട്ടി താഴെയാണ്. അവിടുത്തെ വാപ്പയെ കുറിച്ചാ ചോദിക്കുന്നത്. നബിയെ, എന്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത വർഷം എന്റെ ഉപ്പാക്ക് വേണ്ടി എനിക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. പാടുണ്ട്, നിങ്ങൾ ചെയ്തേക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നു.